ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഫറ അഷ്റഫ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാതെ നിശബ്ദമായി കടന്നു പോകുന്ന ഒരു സത്യം. ഒരു കുട്ടിയുടെ സംസാര ബുദ്ധിമുട്ടിനെ അംഗീകരിക്കാൻ മാതാപിതാക്കൾ മടിക്കുന്ന നിമിഷങ്ങൾ. അതിന് പിന്നിലെ പേടി, ലജ്ജ, സമൂഹഭാരം, ഒടുവിൽ അതിൻ്റെ വില. ഒരു രാത്രി ചിന്തിച്ചു നോക്കൂ. വീട് ശാന്തമാണ്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു അമ്മ മാത്രം ഉണർന്നിരിക്കുന്നു. അവളുടെ മനസ്സിൽ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ഉയരുന്നു. എൻ്റെ കുഞ്ഞ് മറ്റു കുട്ടികളെ പോലെ സംസാരിക്കുന്നില്ലേ? ആ ചോദ്യം അവൾ ആരോടും ചോദിക്കുന്നില്ല. കാരണം അവൾ ഭയപ്പെടുന്നു. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭയം പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതല്ല, അത് അംഗീകരിക്കേണ്ടി വരുന്നതാണ്. ഇനി കുറച്ച് സമയം കാത്തിരിക്കാം, വളർന്നാൽ ശരിയാകും. ആരെങ്കിലും അറിഞ്ഞാൽ എന്തു പറയും? ഇങ്ങനെ സമയം നിശബ്ദമായി കടന്നു പോകുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ഒരു വില ഉണ്ട്. ഓരോ കുട്ടിയുടെയും വളർച്ചയിൽ സമയം അത്യന്തം വിലപ്പെട്ടതാണ്. ഏർലി സപ്പോർട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, പക്ഷേ ഡിലേ അവസരങ്ങളെ മങ്ങിയതാക്കും. ഒരു വർഷം കാത്തിരിക്കുക ചിലപ്പോൾ 5 വർഷത്തെ പോരാട്ടമായി മാറും. വെയിറ്റിംഗ് ഈസ് നോട്ട് ഓൾവേസ് ഹാംലെസ്. സംടൈംസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. നമ്മുടെ സമൂഹം ഒരുപാട് നല്ലതുകൾ നൽകുന്നു, പക്ഷേ ചിലപ്പോൾ അതോടൊപ്പം ഒരു ഭാരം കൂടി നൽകുന്നു. മറ്റുള്ളവർ എന്ത് പറയും എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം തന്നെയാണ് പല മാതാപിതാക്കളെയും നിശബ്ദരാക്കുന്നത്. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കൂ. മറ്റുള്ളവരുടെ അഭിപ്രായമാണോ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയോ? പല കുട്ടികൾക്കും വാക്കുകൾ പറയാൻ കഴിയില്ല, പക്ഷേ അവരുടെ കണ്ണുകൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് സഹായിക്കില്ലേ? എന്നെ മനസ്സിലാക്കില്ലേ? ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിക്കണം. സത്യം അംഗീകരിക്കാൻ ധൈര്യം വേണം. സഹായം തേടാൻ അതിലും കൂടുതൽ ധൈര്യം വേണം. പക്ഷേ ആ ധൈര്യം കാണിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റുന്നു. സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണുന്ന ആ ദിവസം ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമല്ല, അത് ഒരു പുതിയ ഭാവിയുടെ തുടക്കമാണ്. സ്പീച്ച് ഡിഫിക്കൽട്ടി ലജ്ജിക്കേണ്ട കാര്യമല്ല, അത് പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താവുന്ന ഒരു കഴിവാണ്. നമ്മൾ കണ്ണടച്ചാൽ പ്രശ്നം അപ്രത്യക്ഷമാവില്ല, പക്ഷേ നമ്മൾ മുന്നോട്ട് നടന്നാൽ പരിഹാരം അടുത്തേക്ക് വരും. ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കും, സ്റ്റേജിൽ നിൽക്കും,
സ്വപ്നങ്ങൾ പറയും, അന്ന് നിങ്ങൾ ഓർക്കും, നന്നായി ഞാൻ കാത്തിരുന്നില്ല. ഇവിടെ മറ്റൊരു സത്യം കൂടിയുണ്ട്. ഇത് കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല. ഒരു കുട്ടി സ്റ്റേജിൻ്റെ അരികിൽ നിൽക്കുന്നു, കയ്യിലെ പേപ്പർ വിറയ്ക്കുന്നു, കണ്ണുകൾ നിലത്തേക്ക് താഴുന്നു. അവൻ തയ്യാറാണ്, വാക്കുകൾ അറിയാം, പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ സംസാരിക്കുന്നില്ല. ചുറ്റുമുള്ളവർ പറയും, മടിയാണ്, ശ്രദ്ധയില്ല, അവന് താല്പര്യമില്ല. പക്ഷേ അത് മടിയല്ല, അത് പേടിയാണ്. നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കാത്തവനെ അലസനായി, അനാസ്ഥയുള്ളവനായി വ്യാഖ്യാനിക്കുന്ന ഒരു ശീലം ഉണ്ട്. പക്ഷേ ഒരു സത്യം കേൾക്കൂ, പലപ്പോഴും സംസാരിക്കാത്തവർ ഏറ്റവും അധികം ചിന്തിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ വാക്കുകൾ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ അവയെ പുറത്തേക്ക് വിടാൻ ധൈര്യം മതിയാവില്ല. ഒരു പേടി ഒരു ദിവസത്തിൽ ഉണ്ടാകുന്നതല്ല. ഒരിക്കൽ തെറ്റി സംസാരിച്ചപ്പോൾ ആരോ ചിരിച്ചു. ഒരിക്കൽ വാക്കുകൾ കുടുങ്ങിയപ്പോൾ വേഗം പറയൂ എന്ന് പറഞ്ഞു. ഒരിക്കൽ ശബ്ദം വ്യക്തമായില്ലെന്ന് പറഞ്ഞ് നിർത്തിച്ചു. അന്നാണ് ഒരു മനസ്സ് തീരുമാനിച്ചത്, മിണ്ടാതിരിക്കുന്നതാണ് സുരക്ഷിതം. ആ തീരുമാനം കുട്ടിക്കാലത്ത് മാത്രം നിൽക്കില്ല. അത് സ്കൂളിലേക്കും കോളേജിലേക്കും ജോലിയിലേക്കും വളരും. മീറ്റിങ്ങിൽ സംസാരിക്കേണ്ട സമയത്ത് തല താഴ്ത്തും. അവസരം മുന്നിലെത്തുമ്പോൾ പിന്നിലേക്ക് മാറും. പിന്നെ ലോകം പറയും, ഇൻട്രോവേർട്ടാണ്, ലീഡർഷിപ്പില്ല. പക്ഷേ സത്യം അതല്ല. ഓർമ്മിക്കൂ, പേടി ഒരു സ്വഭാവമല്ല, അത് ഒരു അനുഭവത്തിൻ്റെ ഫലമാണ്. സംസാര ഭയം ഒരു മനോവൈകല്യമല്ല, അത് പരിശീലനത്തിലൂടെ മാറുന്ന ഒരു അവസ്ഥയാണ്. ഒരു കുട്ടി സംസാരിക്കാൻ മടിക്കുമ്പോൾ അവനെ തള്ളരുത്. ഇത്ര വലിയ കുട്ടിയല്ലേ, ഇതുവരെ പേടിയാണോ എന്ന വാക്കുകൾ അവൻ്റെ ഉള്ളിൽ കൂടുതൽ മതിൽ പണിയും. പകരം പതുക്കെ പറയൂ, സമയമെടുക്കൂ, നിനക്ക് കഴിയും, ഞാൻ ഇവിടെയുണ്ട്. ആ വാക്കുകൾ ഒരു കുട്ടിയെ ജീവിതം മുഴുവൻ രക്ഷിക്കും. ഈ പേടി കുട്ടികൾക്ക് മാത്രം അല്ല, നമ്മളിൽ പലരും ഇന്നും ഇതുമായി ജീവിക്കുന്നു. ഫോൺ റിംഗ് ചെയ്താൽ ഹൃദയം വേഗമിടിക്കും. സ്റ്റേജിൽ നിൽക്കേണ്ടി വന്നാൽ ശബ്ദം വിറയ്ക്കും. പുറത്ത് നമ്മൾ ചിരിക്കും, കാരണം ഈ പേടി ആരും കാണുന്നില്ല. ഇവിടെ ഒരു തെറ്റിദ്ധാരണ പൊളിക്കണം. സ്പീച്ച് തെറപ്പി ബുദ്ധിക്കുറവിനുള്ള ചികിത്സയല്ല, അത് ധൈര്യത്തിനുള്ള പരിശീലനമാണ്. സ്പീച്ച് തെറപ്പിസ്റ്റ് വാക്കുകൾ മാത്രം ശരിയാക്കുന്നില്ല, അവർ പഠിപ്പിക്കുന്നത് ശ്വാസമെടുക്കാൻ, പതുക്കെ സംസാരിക്കാൻ, പേടിയെ നിയന്ത്രിക്കാൻ, സ്വയം വിശ്വസിക്കാൻ. ഇപ്പോൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം: നമ്മൾ വേഗത്തിൽ സംസാരിക്കുന്നവരെ മാത്രം കേൾക്കുന്ന സമൂഹമാണോ, അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുന്നവർക്കും സമയം നൽകുന്ന സമൂഹമാണോ? ഓർമ്മിക്കൂ, മിണ്ടാതിരിക്കുന്നവർ ശൂന്യനല്ല, അവൻ കേൾക്കപ്പെടാത്തവനാണ്.
അവസാനമായി ഒരു സത്യം. പേടി മാറ്റാൻ ശാസനം വേണ്ട, പിന്തുണ മതി. ഇന്ന് ഒരു കുട്ടിക്ക് സമയം കൊടുക്കൂ. ഇന്ന് ഒരു മുതിർന്നവനെ വിലയിരുത്താതെ കേൾക്കൂ. ആവശ്യമെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ സമീപിക്കൂ. നാളെ നിങ്ങൾ കേൾക്കും വിറയൽ കുറയുന്ന ശബ്ദം, ഉറച്ചു നിൽക്കുന്ന വാക്കുകൾ. കാരണം ധൈര്യം ജന്മസിദ്ധമല്ല, അത് പഠിപ്പിക്കാവുന്നതാണ്. ഇനി മിണ്ടാതിരിക്കലിനെ മടിയെന്ന് വിളിക്കരുത്. അത് പേടിയാകാം, വേദനയാകാം, സഹായത്തിനുള്ള ഒരു വിളിയായിരിക്കാം. ആ വിളി കേൾക്കൂ. ഒരൊറ്റ ശബ്ദം ഉയർന്നാൽ ഒരു ജീവിതം മാറും.